പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് തെരഞ്ഞെടുപ്പ് രസത്തിൽ ആദ്യം. LDF സാരഥി വന്നല്ലോ പത്തനംതിട്ടയിൽ, വീണ ജോർജാണല്ലോ സ്ഥാനാർത്ഥി. വോട്ടെല്ലാം നിങ്ങൾ നൽകിടലേ, നമ്മുടെ ചിഹ്നം അരിവാള് ചുറ്റിക നക്ഷത്രം. LDF സാരഥി വന്നല്ലോ പത്തനംതിട്ടയിൽ, വീണ ജോർജാണല്ലോ സ്ഥാനാർത്ഥി. ഇത് എന്റെ മണ്ണ് കൂടിയാണ്, തുമ്പമൺ. ഇവിടെ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ 23-ാം തീയതി നടക്കുന്ന വോട്ടെടുപ്പിൽ നമ്മുടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടാണത്. അത് കുടിവെള്ളത്തിൽ തുടങ്ങി ദേശീയപാതകൾ, നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള തൊഴിലവസരങ്ങൾ, കാർഷിക മേഖലയുടെ പുനരുദ്ധാരണം, റബ്ബറിനെ കാർഷിക വിളയാക്കുന്നത് ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സൂക്ഷ്മവും സമഗ്രവുമായിട്ടുള്ള ഇടപെടൽ ഉറപ്പാക്കുക, നാടിന്റെ വികസന മുന്നേറ്റം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം. നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും അതിനെ ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ വോട്ടായി നൽകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്നേഹോജ്വലമായ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. പത്തനംതിട്ടയിലൊത്തിരി നേട്ടങ്ങൾ വാരി വിതറിയില്ലേ, പത്തനംതിട്ടയിലൊത്തിരി നേട്ടങ്ങൾ വാരി വിതറിയില്ലേ, പത്തരമാറ്റിൽ തിളങ്ങണ എത്രയോ കാര്യങ്ങൾ ചെയ്തില്ലേ. MLA ആയിട്ടിരിക്കണ വീണ ജോർജിന്റെ കയ്യുകളാ, LDF സാരഥി വന്നല്ലോ. ഇടതുമുന്നണിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള വോട്ടായിരിക്കും. അടുത്ത 5 വർഷം, ഈ 10 വർഷം വികസനരഹിതമായിരുന്ന ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വികസനത്തിന്റെ പുതിയൊരു വസന്തം തീർക്കുവാനാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തൊഴിലുറപ്പ് 1300 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രം കുടിശ്ശിക നൽകാനുള്ളത്. അപ്പൊ അത് വാങ്ങിച്ചെടുക്കുന്നത് ഉൾപ്പെടെ നമ്മുടെ ജനകീയ ആവശ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നേറുവാൻ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത 5 വർഷം ഒപ്പമുണ്ടാകും എല്ലാ പ്രവർത്തനങ്ങളിലും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നു. LDF സാരഥി വന്നല്ലോ പത്തനംതിട്ടയിൽ, വീണ ജോർജാണല്ലോ സ്ഥാനാർത്ഥി. വോട്ടെല്ലാം നിങ്ങൾ നൽകിടലേ, നമ്മുടെ ചിഹ്നം അരിവാള് ചുറ്റിക നക്ഷത്രം. LDF സ്ഥാനാർത്ഥി വീണ ജോർജാണ് നമുക്കൊപ്പം ഉള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്? അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവയ്ക്കെല്ലാം രാജ്യത്തെ മതേതര സർക്കാർ അധികാരത്തിൽ വരണമെന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. ആ നിലപാടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. അത് ഇതിനോടകം നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ BJP ഇനി അധികാരത്തിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നയവും തീരുമാനവും. കേരളത്തിൽ ഇവിടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഈ 10 വർഷമായി നമ്മുടെ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന വികസനമില്ലായ്മയാണ്. നമ്മളിപ്പോൾ ഒന്ന് നോക്കിയാൽ മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പോവുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ, ഒരു സഹായം, ഒരു പദ്ധതി നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ 10 വർഷം ഒരു ദേശീയപാത നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ശബരിമല പോലെ ഉള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള ഒരു ജില്ലയിൽ ആ രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്രത്തിന്റെ ഒരു സഹായം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാരാണ് ഇവിടെ മറ്റ് ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുപോലെ നമുക്ക് നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള സ്ഥാപനങ്ങൾ നമുക്കിവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പം മറ്റ് വിഷയങ്ങൾ, ഇപ്പം ജനങ്ങളെ ബാധിക്കുന്ന തൊഴിലവസരങ്ങൾ, ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുമൊക്കെ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഒരു പദ്ധതികളോ പ്രോജക്റ്റുകളോ ഇടപെടലുകളോ ഉണ്ടായിട്ടില്ല. താഴെ വെട്ടിപ്പറം നാട്ടിൽ മണ്ണാറമലമുണ്ട് കോട്ടക്കലും കോഴിമൂടക്കി കൂടി വെള്ള പദ്ധതി എത്തിച്ച സാരഥിയാ സർക്കാർ ഹയർ സെക്കൻഡറി. മാധ്യമപ്രവർത്തകയിൽ നിന്നും MLA-യിലേക്ക്, ഇപ്പോൾ LDF-ന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇനിയുള്ള വഴികൾ എങ്ങനെയാണ്? വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് പങ്കുവയ്ക്കുന്നത്?
അല്ല, മാധ്യമപ്രവർത്തനവും പൊതുപ്രവർത്തനവും ഏതാണ്ട് ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രവർത്തകയായിരിക്കുമ്പോൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു, ജനകീയമായ വിഷയങ്ങളിൽ ഇടപെട്ടു. അത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് മാധ്യമപ്രവർത്തനം. അതിൻ്റെ അതിൻ്റെ ഒരു അടുത്ത ഘട്ടമാണ്. കാരണം നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഉറപ്പാക്കേണ്ട ഒരു ഘട്ടത്തിലാണ്, അത് ജനങ്ങൾക്ക് നേടിയെടുക്കേണ്ടി കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ്, ഇതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അടുത്തത് ഈ കഴിഞ്ഞ 3 വർഷക്കാലം ആറന്മുള നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒരു 30 വർഷം ജില്ല ആഗ്രഹിച്ച ഒട്ടേറെ പദ്ധതികളുണ്ട്. അത് നമ്മുടെ കോഴഞ്ചേരിയിലെ പുതിയ പാലം 30 വർഷമായിട്ട് പത്തനംതിട്ടയുടെ ആവശ്യമാണ്. അത് നമ്മളിപ്പോൾ നിർമ്മിക്കുന്നു. 1.5 വർഷം കൊണ്ട് ആഞ്ഞിലിമുട്ടി കടവിലൊരു പാലം നമ്മൾ നിർമ്മിക്കുന്നു. അപ്പോൾ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടായി. അതോടൊപ്പം കാർഷിക മേഖല, കൃഷി, വരട്ടാറിൻ്റെ പുനരുജ്ജീവനം, 2500 ഏക്കറോളം തരിശുപാടത്ത് നമ്മൾ കൃഷി ഇറക്കി. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. പറയുന്നത് പ്രവർത്തിക്കുമെന്നും ഇടപെടലുകൾ നടത്തുമെന്നും ഉള്ള ഒരു വിശ്വാസം ജനങ്ങളിലുണ്ട്. നിശ്ചയമായിട്ടും ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ ആ ഒരു പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൻ്റെ മുഴുവൻ വികസനത്തിന് വേണ്ടി, മുന്നേറ്റത്തിന് വേണ്ടി ഉപയോഗിക്കും. വേറങ്ങാട് പന്നിവേലിച്ചിറ ഏഴിക്കാട് പറയാനാലി കോളനി വികസനത്തിനായി ഓരോ കോടി അനുവദിച്ച നമ്മുടെ വീണ ജോർജിന്. ശബരിമല ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിൽ വനിതാ മതിൽ, നവോത്ഥാനം, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം, ഇങ്ങനെ ആകെ വിഷയങ്ങൾ പത്തനംതിട്ടയിൽ പ്രത്യേകിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. സ്ത്രീപക്ഷത്ത് നിന്ന് എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വികസനം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ അമ്മമാരുൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടെ കുടിവെള്ളം വേണം, ഇവിടെ റോഡ് വേണം, നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ അടുത്ത 5 വർഷം അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകുന്നത്. നമ്മുടെ വീണ ജോർജിന് ഓരോ വോട്ടും കൊടുത്തിടണം, ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം നിങ്ങൾ ഓർത്തിടണം. LDF സാരഥി വന്ന കുടുംബത്തിലെ ഒരു അംഗമായാണ് കണക്കാക്കുന്നതെന്ന് എനിക്ക് അറിയാം. കാരണം ഞാൻ ഈ സ്വീകരണം ഇങ്ങോട്ട് വാങ്ങിച്ചു വരുമ്പോൾ അമ്മമാര് പറയും മതി കൊച്ചിനെ വീട് പറയുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും ചുറ്റി അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ വോട്ടായി നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത 5 വർഷം ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഒപ്പമുണ്ടാകും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും വോട്ട് മാത്രം ചോദിച്ചു വരുന്ന ഒരാളായിരിക്കില്ല, ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയായിരിക്കും. നമ്മുടെ എല്ലാ വികസന ആവശ്യങ്ങളിലും, അത് കുടിവെള്ളത്തിൽ തുടങ്ങി റോഡ്, തൊഴിലവസരങ്ങൾ, നമുക്ക് കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും ലഭ്യമാക്കിക്കൊണ്ട് അടുത്ത 5 വർഷം ഇവിടെ ഉണ്ടാകും. വോട്ടെല്ലാം നിങ്ങൾ നൽകിടണേ, നമ്മുടെ ചിഹ്നം അരിവാള ചുറ്റിക നക്ഷത്രം. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് തെരഞ്ഞെടുപ്പ് രസത്തിൽ ഇതുവരെ കണ്ടത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് തെരഞ്ഞെടുപ്പ് രസത്തിൽ ഇനി. പത്തനംതിട്ടയിലെ പ്രിയ സമ്മതിദായകരെ, കൈപ്പത്തിയിൽ ആന്റോ ആന്റണിക്കോട്ടു പതിച്ചിടണേ. പത്തനംതിട്ടയിലെ പ്രിയ സമ്മതിദായകരെ, കൈപ്പത്തിയിൽ ആന്റോ ആന്റണിക്കോട്ടു പതിച്ചിടണേ. തിരുവല്ല നിയമസഭാ മണ്ഡലത്തിലെ മല്ലപ്പള്ളി മേഖലയിലാണ് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം. ഇനി വരും രാഹുൽ ഗാന്ധി സർക്കാരിൽ പത്തനംതിട്ടതൻ പ്രതിനിധി ആന്റോ ആന്റണി വേണമെന്ന് വിധി എഴുതൂ നാട്ടാരെ. രാഹുൽ ഗാന്ധി സർക്കാരിൽ പത്തനംതിട്ടതൻ പ്രതിനിധി ആന്റോ ആന്റണി വേണമെന്ന് വിധി എഴുതൂ നാട്ടാരെ. പത്തനംതിട്ടയിലെ പ്രിയ സമ്മതിദായകരെ, കൈപ്പത്തിയിൽ ആന്റോ ആന്റണിക്കോട്ടു. ഏപ്രിൽ മാസം 23-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് നാളെ ആര് ഈ രാജ്യം ഭരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന വിധിനിർണായകമായ തെരഞ്ഞെടുപ്പാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുകയാണ്.
രാഹുൽ ഗാന്ധി രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അധികാരത്തിൽ വന്നാൽ കർഷകരുടെ കാർഷിക വായ്പകൾ എഴുതിത്തള്ളു. രണ്ട്, പാവപ്പെട്ട ആളുകൾ അവരുടെ വാർഷിക വരുമാനം 70,000 ഉറുപ്പിക നിശ്ചയിച്ച് ഓരോ കുടുംബങ്ങളിലും 70,000 ഉറുപ്പിക എത്തുന്ന നിയമപരമായ പരിരക്ഷ ഇന്ത്യ മഹാരാജ്യത്ത് ഉറപ്പുവരുത്തും എന്ന് പറയുമ്പോൾ പാവങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ് നമ്മുടെ നാടിന്റെ ആവശ്യം. 5 വർഷക്കാലം രാജ്യം ഭരിച്ച നരേന്ദ്രമോദി കൈവിരലിലെണ്ണാവുന്ന ആളുകൾക്ക്, വൻകിട മുതലാളിമാർക്ക് വേണ്ടി 2.5 ലക്ഷം കോടി ഉറുപ്പിക എഴുതിത്തള്ളി. 10.5 ലക്ഷം കോടി ഉറുപ്പിക ഏതാനും വ്യവസായികളുടെ എഴുതിത്തള്ളാൻ റെഡിയായി നിൽക്കുകയാണ്. 67,000 കോടി ഉറുപ്പികയായിരുന്നു കൃഷിക്കാരുടെ കടം. ആ കൃഷിക്കാരുടെ കടത്തിന് 1 ഉറുപ്പിക പോലും എഴുതിത്തള്ളിയില്ല. രാഹുൽ ഗാന്ധി 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ കൃഷിക്കാരോട് പറഞ്ഞു, കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളും. കോൺഗ്രസ് അധികാരത്തിൽ വന്ന കർണാടകം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ 4 സംസ്ഥാനങ്ങളിലെയും കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി. അപ്പോൾ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ഭാവി പ്രധാനമന്ത്രി കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളത് എത്രയോ അഭിമാനകരമായ മുഹൂർത്തമാണ്. നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തൊരു മതേതര ജനാധിപത്യ രാഷ്ട്രം അതിനെ പുനർനിർമ്മിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് വർഗീയ ഫാസിസം വേണ്ട, കൊലപാതക രാഷ്ട്രീയം വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് ജീവിത വിജയം നേടുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി ഒത്തൊരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു, എല്ലാ ആശംസകൾ നേരുന്നു. ഉജ്ജ്വലമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. നന്ദി, നമസ്കാരം. വർഗീയ പാർട്ടികളെ, കൊലപാതക പാർട്ടികളെ, പത്തനംതിട്ടയ്ക്കൊരു കാലവും വേണ്ട വോട്ടുമില്ല. വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും രാജ്യത്താകെയും സംസ്ഥാനത്തും പത്തനംതിട്ടയിലും ഒക്കെ. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ കാണുന്നത്? അല്ല, ജനങ്ങളെ ഏറ്റെടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സജീവമായി ഐക്യ ജനാധിപത്യ മുന്നോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഓരോ സ്ഥലവും പിന്നിടുമ്പോൾ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് UDF വലിയ വിജയം നേടും. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരാശങ്കയുമില്ല. പത്തനംതിട്ടയിൽ ഒരു ത്രികോണ മത്സരമാണോ നടക്കുന്നത്? അതായത് 3 മുന്നണികൾ, UDFന്റെയും LDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ ഒരേ സമയം മത്സരരംഗത്ത്, അവർ ശക്തരായ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. ഇത്തരമൊരു മത്സരത്തിൽ, ഒരു കഠിനമായ മത്സരത്തിൽ എന്തൊക്കെ സാധ്യതകളാണ് അങ്ങ് കാണുന്നത്? എന്നും പത്തനംതിട്ട ത്രികോണ മത്സരമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ത്രികോണ മത്സരം തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ പത്തനംതിട്ടയെ ബാധിച്ച 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന്, പ്രളയം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് അവരുടെ കുറ്റകരമായ വീഴ്ച കൊണ്ടുണ്ടായ, കെടുകാര്യസ്ഥ കൊണ്ടുണ്ടായ ഒന്നാണ് പ്രളയം. 2, ശബരിമല വിഷയം. ശബരിമല കുടികൊള്ളുന്ന പാർലമെൻറ്റ് മണ്ഡലമാണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നേ കണ്ടുകൊണ്ടോ എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയല്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്ത് അവിടെ വെച്ച് ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കണമെന്നുള്ളതല്ലേ. അപ്പോൾ ഇതൊന്നും മുന്നിൽ കണ്ടുകൊണ്ടല്ലല്ലോ. പിന്നീട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് അവിടെ വെച്ച് തിരുത്തി യുവതീ പ്രവേശമാകാം എന്ന തീരുമാനം സുപ്രീം കോടതിയെ അറിയിച്ചത്. BJPക്ക് ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പറഞ്ഞ അഭിപ്രായം എന്താ? യുവതീ പ്രവേശമാകാം. ഇത് വിധി പുറത്തു വന്നപ്പോൾ ജന്മഭൂമിയുടെ എടുത്ത അന്നത്തെ ദിവസത്തെ 1-ാം പേജ് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി എല്ലാ യുവതികൾക്കും വലയവിട്ടാം. സ്വാഗതം ചെയ്തിരിക്കുന്ന ആരാ? അമിത്ഷാ, മോഹൻ ഭഗത്, നിർമ്മല സീതാരാമൻ, മനേക ഗാന്ധി, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് പട്ടാളത്തെ ഉപയോഗിച്ച് ഈ വിധി നടപ്പാക്കണമെന്ന്. അപ്പോൾ അവർക്കെങ്ങനെയാണ് ഈ ശബരിമല വിഷയത്തിൽ വിശ്വാസികളോടൊപ്പം നിൽക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? താൽക്കാലികമായി നിന്നതിൻ്റെ യാഥാർത്ഥ്യം പിന്നീട് പുറത്തു വന്നു. അതെപ്പോഴാണ് പുറത്തു വന്നത്? യോഗി ആദിത്യനാഥ് പത്തനംതിട്ടയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ശബരിമലയെ മറ്റൊരു അയോധ്യയാക്കും. അത് ശബരിമലയെക്കുറിച്ചും അയോധ്യയെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ശബരിമല എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് ചേർന്ന് ഇവിടെ വരുന്ന തീർത്ഥാടകരെ ആദരവോടെ വരവേൽക്കുന്ന ഒരു നാടാണ്. ഇവിടെ കേരളം മതസൗഹാർദ്ദത്തിന് പേര് കേട്ട നാടാണ്. അവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ നടക്കില്ല. അതുകൊണ്ട് ഈ 2 വിഷയങ്ങളിൽ കൺസിസ്റ്റൻ്റായി ഒരേ നിലപാട് എപ്പോഴുമുള്ള
രാഷ്ട്രീയ പ്രസ്ഥാനം ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. അതുകൊണ്ട് പത്തനംതിട്ടയെ സംബന്ധിച്ച് ഈ രണ്ട് വിഷയങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അത് തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുന്നു. മോഡിയുടെ വർഗീയ കാതിറക്കണ്ട, സുവർണാവസരമാക്കണ്ട, ഓട്ടച്ചങ്കന്റെ ഭീഷണിയൊന്നും ഈ മണ്ഡലത്തിലെടുക്കണ്ട. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ പ്രചരണ പരിപാടികളാണ് നടക്കുന്നത്. ഒന്ന് ചൂടാണ്, രണ്ട് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ സമയം 4 മണിയായി. ഈ രണ്ട് കാര്യങ്ങളെ എങ്ങനെയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാനേജ് ചെയ്യുന്നത്? അത് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തിരഞ്ഞെടുപ്പ് അല്ലാത്ത സമയത്തും രാവിലെ തുടങ്ങുന്ന പരിപാടികൾ ലേറ്റ് ആകുമ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ പലപ്പോഴും പ്രശ്നം ഒഴിവാക്കാറുണ്ട്, സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. ചൂട് ഭയങ്കര ചൂടാണ്. അത് കാത്തു നിൽക്കുന്ന പലപ്പോഴും പ്രചാരണ പരിപാടികൾ ഉദ്ദേശിച്ചാൽ കൂടുതൽ സ്വീകരണ പരിപാടി പങ്കെടുക്കേണ്ടി വരും. അപ്പോൾ കാത്തു നിൽക്കുന്ന സ്ഥലത്ത് ലേറ്റ് ആവും. ഈ ചൂടത്ത് 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ കാത്തു നിൽക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും പ്രയാസം. സ്ഥാനാർത്ഥിയേക്കാൾ പ്രയാസം അവർക്കാണ്. ബീഫ് തിന്നുന്ന പേരിൽ ആളെ തല്ലിക്കൊല്ലുന്നവരെ, സായിപ്പിന്റെ കാല് നക്കിയ നിങ്ങളോ രാജസ്നേഹികള്. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് തെരഞ്ഞെടുപ്പ് രസത്തിൽ ഇതുവരെ പങ്കുവച്ചത്. പെരിയയിൽ ശരത്ലാലിനെ കൊന്നവരെ, കൃപേഷിനെ കൊന്നവരെ, കേരളം നിങ്ങൾക്ക് മാപ്പ് തരില്ല, വോട്ടുമേ വീടില്ല. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് തെരഞ്ഞെടുപ്പ് രസത്തിൽ ഇനി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ അടൂർ മേഖലയിലാണ് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നത്. ഈ വരുന്ന 23-ാം തീയതി നടക്കുന്ന ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥിയായ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ മണ്ഡലത്തിൽ നിന്നും എന്നെ തെരഞ്ഞെടുത്ത് അയക്കണമേ എന്ന് ഞാൻ എല്ലാവരോടും താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേവലമായിട്ടുള്ള ഒരു സാധാരണ നടക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ മത്സരത്തിൽ തെരഞ്ഞെടുപ്പുകൾ വരും പോകും, ചില സ്ഥാനാർത്ഥികൾ ജയിക്കും, ചില സ്ഥാനാർത്ഥികൾ തോൽക്കും, അതൊക്കെ ഇവിടെ പതിവുള്ളതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഈ നാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, ഈ സ്വീകരണ സ്ഥലത്ത് പോലും വന്നിരിക്കുന്ന കൈക്കുഞ്ഞുങ്ങൾ, അവർക്കെല്ലാം നാളെ നമ്മൾ ജീവിക്കുന്നത് പോലെ, നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഈ നാട്ടിൽ ജീവിച്ചതുപോലുള്ള ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അന്തസ്സായി അഭിമാനത്തോടുകൂടി അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒക്കെയുള്ള ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDA മുന്നോട്ട് വയ്ക്കുന്നത്? വികസന പ്രശ്നങ്ങളും പ്രളയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയും ശബരിമലയുമാണ് പ്രധാനമായിട്ടും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നത്. വലിയ തോതിലുള്ള വികസന പ്രതിസന്ധിയുള്ള ഒരു മണ്ഡലമാണ്, വികസനം എത്തി നോക്കാത്തൊരു മണ്ഡലമാണ്. അതുകൊണ്ട് പത്തനംതിട്ടയുടെ വികസനം എന്നുള്ളതിന് ഞങ്ങൾ ഈ പ്രചാരണത്തിലുടനീളം പ്രാധാന്യം നൽകുന്നുണ്ട്.
മോദി സർക്കാരിൻ്റെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതെല്ലാം ഞങ്ങൾ വീട് വീട് കയറി മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും എല്ലാം വിശദീകരിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പദ്ധതികളെ സംബന്ധിച്ചുള്ള വിപുലമായിട്ടുള്ള പ്രചാരണം എല്ലാ വീടുകളിലും ഞങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ കുറേ ദിവസം വെയിലായിരുന്നു, ഇപ്പോൾ മഴയാണ്. കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കാലാവസ്ഥ അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മഴ വന്നത് നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു 300 ഗ്രാമങ്ങളിൽ ഞാൻ പോയപ്പോൾ അവിടെ ഒന്നും കുടിക്കാൻ വെള്ളമില്ല. ഏതാണ്ട് ഒരു 30% ഗ്രാമങ്ങളിൽ കുടിവെള്ളത്തിന് പ്രശ്നമുള്ള മണ്ഡലമാണിത്. അതുകൊണ്ട് ഇപ്പം നല്ല 2 മഴ പെയ്താലേ ആളുകൾക്ക് കുറച്ച് ആശ്വാസം. കനത്ത ചൂടാണ് ഇന്ന് ഈ ജില്ലയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ദിവസമാണ്. അപ്പോൾ വളരെ ആശ്വാസമായി. ഞങ്ങളുടെ പ്രചാരണത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെന്നുള്ളത് ശരിയാണ്. പക്ഷേ മഴയെ പ്രവർത്തകർ ആസ്വദിക്കുന്നതായിട്ടാണ്, ഞാനും അത് ആസ്വദിക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ദിവസത്തെ ചൂട് കഴിഞ്ഞിട്ടുള്ള മഴ വരുന്നതുകൊണ്ടാണ് അത് ആസ്വദിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും കനത്ത ചൂടാണല്ലോ. അപ്പം മഴ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ മാറ്റം വന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പ് 23-നാണ്, ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അന്തിമഘട്ടത്തിലേക്കാണ് പോകുന്നത്. വിജയപ്രതീക്ഷ ഏത് രീതിയിലാണ് പങ്കുവയ്ക്കുന്നത്? പൂർണ്ണമായിട്ടുള്ള വിജയപ്രതീക്ഷയാണ്. വൻ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങളിവിടെ ജയിക്കും. അത്ര നല്ല പ്രതികരണമാണ്. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത അത്ര ജനകീയമായിട്ടുള്ള പിന്തുണ. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്കാണ്. ഞങ്ങളുടെ പ്രചാരണ യോഗങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കക്ഷി രാഷ്ട്രീയത്തിനേക്ക് അപ്പുറത്തേക്കുള്ള ഒരു ജനങ്ങളുടെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ശബരിമല കൂടി ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ശബരിമലയും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളുമാണ് BJP പ്രചരണ ആയുധമാക്കുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും ഒപ്പമുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ തെരഞ്ഞെടുപ്പ് രസം ഇവിടെ പൂർണ്ണമാകുന്നു.